ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 16ാം നിയമസഭയാണ് ഇപ്പോൾ ഉള്ളത്, 16ാമത്തെ നിയമസഭ. അതിലെ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം, നമുക്ക് വി ഡി സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനകാര്യം, പൊതുഭരണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ്. ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും പൊതുഭരണം നടത്തുന്നതും ആരാണ്? മുഖ്യമന്ത്രിയായ വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെ വകുപ്പുകളാണ് ധനകാര്യം, പൊതുഭരണം. രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം ഹരിപ്പാടാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കെ മുരളീധരൻ ആരോഗ്യം, ആയുഷ്, ദേവസ്വം. ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ. ആയുഷ് മന്ത്രി, ദേവസ്വം മന്ത്രിയും കെ മുരളീധരനാണ്. സണ്ണി ജോസഫ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി വകുപ്പാണ് സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? IT, നിർമ്മിത ബുദ്ധി, വാണിജ്യം, വ്യവസായം, കൈത്തറി. അപ്പം IT, അതായത് വിവരസാങ്കേതിക വിദ്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാ? കുഞ്ഞാലിക്കുട്ടി. നിർമ്മിത ബുദ്ധിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി. വാണിജ്യം, വ്യവസായം, കൈത്തറി തുടങ്ങിയ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. എ പി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? റവന്യൂ വകുപ്പാണ് എ പി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം ന്യൂനപക്ഷം, ഹജ്ജ് എന്നീ വകുപ്പുകളും ഷംസുദ്ദീൻ്റെതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഷംസുദ്ദീൻ. അടുത്തത് റോജി എം ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണെങ്കിൽ റോജി എം ജോണും, വിദ്യാഭ്യാസ മന്ത്രിയാണ് ചോദിക്കുന്നതെങ്കിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനും. വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ ഷംസുദ്ദീനാണ് എഴുതേണ്ടത്. ഉന്നത വിദ്യാഭ്യാസം എന്ന് എടുത്ത് ചോദിച്ചാൽ റോജി എം ജോൺ എഴുതണം. അപ്പോൾ ലിജു ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? സഹകരണം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എം ലിജു. ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ബിന്ദു കൃഷ്ണ ഒരു വനിതാ മന്ത്രിയാണ്. അപ്പോൾ വനിതാ ശിശു വികസനം എന്നുള്ള വകുപ്പാണ് ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത്. തൊഴിലുമുണ്ട്, വനിതകളുടെ തൊഴിലും. ടി സിദ്ദിഖിൻ്റെ വകുപ്പാണ് കൃഷി, വനം തുടങ്ങിയ വകുപ്പുകളാണ് സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൃഷി മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ സിദ്ദിഖ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. PC വിഷ്ണുനാഥിൻ്റെ വകുപ്പ് ഏതാ? സാംസ്കാരികം, ടൂറിസം, സിനിമ തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാ? PC വിഷ്ണുനാഥിൻ്റെ വകുപ്പുകളാണ് സാംസ്കാരികം, ടൂറിസം, സിനിമ തുടങ്ങിയ വകുപ്പുകളാണ് വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഒ ജി ജനീഷാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് യുവജനകാര്യം, കായികം, യുവജനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. KA തുളസി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കക്ഷേമം എന്നീ വകുപ്പുകളാണ് KA തുളസി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ തുളസി എന്നാണ് ഉത്തരവേണ്ടത്. KA തുളസി. അടുത്തത് KM ഷാജി. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് KM ഷാജി കൈകാര്യം ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ KM ഷാജി എന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് PK ബഷീർ. അടുത്തത് ഷിബു ബേബി ജോണിൻ്റെ വകുപ്പ് ഏതാ? തൊഴിൽ വകുപ്പാണ് ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നത്, തൊഴിൽ വകുപ്പ്. അടുത്ത പോട്ടൈം സ്പീക്കർ ആരാ? പോട്ടൈം സ്പീക്കർ എന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭ തുടങ്ങുന്നതിന് മുൻപ്, അതായത് മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് പോട്ടൈം സ്പീക്കറിനെ. അത് ആ ആ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ, അതായത് ഈ 16ാം നിയമസഭ തുടങ്ങുന്ന സമയത്തുള്ള സ്പീക്കർ, പോട്ടൈം സ്പീക്കറാണ്
ജി സുധാകരനാണ് പോട്ടൈം സ്പീക്കർ. പിന്നീട് സ്പീക്കറിനെ തിരഞ്ഞെടുത്തു. സ്പീക്കർ ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തിരഞ്ഞെടുത്ത ആരെയാ? ജി സുധാകരനാണ് പോട്ടൈം സ്പീക്കർ. അത് കഴിഞ്ഞ് സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്തത് VA അബ്ദുൾ ഗഫൂറിൻ്റെ വകുപ്പ് ഏതാണ്? ഫിഷറീസ്, സാമൂഹ്യനീതി എന്നീ വകുപ്പുകളാണ് അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്നത്. ഫിഷറീസ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൾ ഗഫൂർ എന്നാണ് ഉത്തരവെഴുതേണ്ടത്. അതുപോലെ തന്നെ നീതി വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാലും എന്താ ഉത്തരവെഴുതേണ്ടത്? അബ്ദുൾ ഗഫൂർ എന്നാണ് ഉത്തരവെഴുതേണ്ടത്. അനൂപ് ജോസഫിൻ്റെ വകുപ്പ് ഏതാണ്? ഭക്ഷ്യമന്ത്രിയാണ് അനൂപ് ജോസഫാണ് ഭക്ഷ്യമന്ത്രി. അടുത്തത് സി പി ജോൺ ഗതാഗത മന്ത്രിയാണ്. അപ്പോൾ ഗതാഗത മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരവെഴുതേണ്ടത്? ഗതാഗത മന്ത്രി CP ജോണാണ്. മോൻസ് ജോസഫ് ആരാണ്? മോൻസ് ജോസഫാണ് ജലവിതരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മോൻസ് ജോസഫ് എന്നാണ് ഉത്തരവെഴുതേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.